കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുനലൂർ വിസ്മയ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി. അവകാശങ്ങൾ നേടിയെടുക്കാൻ സംരക്ഷിക്കാൻ സദേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ കമലാഹർ ഉദ്ഘാടനം നിർവഹിച്ചു. KFPSA സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷാജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MN ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു. R ദിൻഷ്, കോശി ജോൺ, CK ഹാഫി തുടങ്ങിയവർ പങ്കെടുത്തു. 2025 വർഷത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച KFPSA അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സംഘടനയുടെ സംസ്ഥാന കൗൺസിലിൽ വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്നും ഇക്കാലത്തും നമുക്കതൊരു ഇപ്പോഴും ആലോചിക്കുമ്പോഴൊരു വലിയ മോട്ടിവേഷനായിട്ടാണ് തോന്നുന്നത്. ഞാനും സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒരു ദിവസമാണ് സർവീസിൽ കയറിയത്. അന്ന് ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളെ ബോറടിപ്പിക്കുമല്ലേ ഇപ്പോഴത്തെ നിർത്തിക്കോളാം. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മളൊരാൾ സ്റ്റേഷനിൽ ജോയിൻ ചെയ്താൽ എല്ലാവരുടെ എല്ലാവരെയും നല്ല രീതിയിൽ സ്വാഗതമൊക്കെ ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും. അന്നൊക്കെ എന്ന് വെച്ചാൽ പല സ്ഥലത്തും കറണ്ടില്ല, പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാർ അവർ നമ്മളെ അഭിസംബോധന ചെയ്ത് നല്ല ഭാഷയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കൊരു വേറൊരു പ്രത്യേകത, ഞങ്ങളത് കുറേ ആൾക്കാർ സേതു ഉത്സാഹൻ, ഞാൻ അതുപോലെ റാന്നി റേഞ്ച് ഓഫീസറായിട്ട് ജയന്, കൊല്ലത്തുള്ള അനിൽകുമാർ സാറ്, അതുപോലെ എൻ്റെ സ്റ്റേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഈ മോട്ടിവേഷൻ തന്നിട്ടുള്ളവരാണ് ഗിരി. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മളെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ വിരട്ടുമൊക്കെ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ സ്റ്റേഷനിലോ മറ്റ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സുഹൃത്ത് വൃന്ദം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംഘടനയുടെ ശക്തമായ നടപടിയിലൂടെ നമുക്ക് പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ സദേൺ സർക്കിളിന് 25 ജീവനക്കാർ ഈ സംഘടനാ വർഷം പ്രൊമോഷനായി. അതുകൂടാതെ നമ്മുടെ ഗ്രേഡ് ഡെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രേഡ് ഡെസിഗ്നേഷൻ കാലാവധി കുറയ്ക്കുവാൻ സാധിച്ചു. ആ ഉത്തരവുകളിലെല്ലാം നമ്മുടെ KFPSA കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നിവേദനം എന്നാണ് സൂചനകളെല്ലാം കാണിക്കുന്നത്. ഏത് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സംഘടനയുടെ ഒരു ശക്തമായ ഇടപെടൽ മൂലമാണ് ഇത്തരം ഉത്തരവുകൾ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വാച്ചർമാരുടെ പേരുമാറ്റം, നമുക്ക് വളരെ വർഷങ്ങളായി നമുക്ക് ഈ വാച്ചർമാരുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാച്ചർമാർ കോടതിയിൽ കേസ് വരികയായിരുന്നു. നമ്മൾ അതുകൂടാതെ സംഘടന ശക്തമായ ഇടപെടൽ മൂലമാണ് വാച്ചർമാരുടെ പേരുമാറ്റം നമുക്ക് സാധ്യമായത്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റികളിൽ ആദ്യ ജില്ലാ സമ്മേളനം ഇന്ന് കൊല്ലം ജില്ലയിൽ നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ഏറ്റവും ഗംഭീരമായ രീതിയിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങൾ മുൻകൂട്ടി തുടങ്ങുന്നതിലൂടെയാണ് ജില്ലാ സമ്മേളനം എത്രയും നേരത്തെ തന്നെ പൂർത്തിയാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത് നടത്തപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊല്ലം ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തനകളെ ഇന്ന് ആരോ ഹൈജാക്ക് ചെയ്യുന്നു. ആരാണത്? സംബഡീസ് ഹൈജാക്ക്. അതായത് നമ്മുടെ ഒவ்வொரு പീരീഡിലും ശരി ഓരോ സാധനം അതിന്റെ വില ലോകത്തിൽ കൂടി വന്നു. അത് വിറ്റ ആളുകൾ ഭയങ്കര വലിയ ആളുകളായി, ബിസിനസ്മാനുകളായി. ഒരു സമയത്തിൽ 1300-400 നോക്കിയാൽ അലുമിനിയം വിറ്റ ആളുകൾ അന്ന് ഗോൾഡെക്കാട്ടിലും അലുമിനിയം കൂടുതൽ റേറ്റാണ്. നമുക്ക് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫിൻ്റെ ഒരുപാട് അവകാശം ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് നേടിയെടുക്കുവാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദീർഘനാളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് നിരന്തര പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.